അപ്പോൾ അതാണ് ഈ വെല്ലുവിളിയൊക്കെ വന്നിട്ടും രാഷ്ട്രത്തിൻ്റെ നന്മയെ കരുതിക്കൊണ്ട് ഈ ബില്ല് പാസ്സാക്കേണ്ട വലിയൊരു ആവശ്യമാണ്. കാരണം കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്ര താൽപ്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഈ പണം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞു, ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഈ അമേരിക്ക മാത്രമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റിപ്പോയി. എന്നെ സഹായിക്കാൻ എന്ന് മാത്രമല്ല, എന്നോടൊപ്പം നിൽക്കാൻ 140 കോടിയിലധികം ജനങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഒരു പക്ഷേ ഈ FCRA ബില്ല് പാസ്സാക്കി ആക്റ്റാക്കിയിരുന്നെങ്കിൽ നമ്മൾ കണ്ട കോക്രോച്ച് റബല്യനേക്കാൾ വലിയൊരു റബല്യൻ, കലാപം ഇന്ത്യയിലുണ്ടാകുമായിരുന്നു. ഇന്ത്യ വിരുദ്ധ ലോബിയും ഹിന്ദു വിരുദ്ധ ലോബിയും എല്ലാം സ്വീകരിച്ചിരിക്കുന്ന നയം. ആ ലോബിയുടെ ഭാഗം തന്നെയാണ് ഈ ഇവാഞ്ചലിസ്റ്റ് ലോബി. നമസ്കാരം. ഫോറിൻ കോൺട്രിബ്യൂഷൻ അമെൻമെൻറ്റ് ബിൽ ഈ മൺസൂൺ സെഷനോടുകൂടി പൂർത്തിയാക്കും അല്ലെങ്കിൽ പാസ്സാക്കും എന്ന തരത്തിൽ തന്നെയാണ് ആദ്യം ഈ മൺസൂൺ സെഷൻ ആരംഭിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വിവരം ലഭിച്ചത്. എന്നാൽ അത് പൊടുന്നനെ JPCക്ക് വിട്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുന്നത്. സർ, എന്തായിരിക്കാം ഈ JPCക്ക് ഇപ്പോൾ പെട്ടെന്ന് FCRA ബിൽ കൊടുക്കുന്നതിനും അതിൻ്റെ പിന്നിലെ കാര്യകാരണങ്ങൾ എന്താണ്? അതിൻ്റെ വിശദാംശങ്ങൾ. ഓഗസ്റ്റ് 13 അവസാനിക്കുന്ന മൺസൂൺ സെഷൻ്റെ അവസാന ദിവസത്തോ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസത്തോ ഇത് പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ് ക്രമീകരണങ്ങളെല്ലാം അണിയറയിൽ സജ്ജമായിക്കൊണ്ടിരുന്നത്. അകത്തളത്തിൽ അതിനുവേണ്ടിയുള്ള ചുക്കാൻ പിടിക്കുകയായിരുന്നു വാസ്തവത്തിൽ അമിത്ഷാ. അതിനുവേണ്ടി മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഡെലിമിറ്റേഷൻ അതും പാസ്സാക്കുക. അതിനാണെങ്കിൽ 3/2 ഭൂരിപക്ഷം വേണം. ഇതിനാണെങ്കിൽ അങ്ങനെ വേണ്ട, മെജോറിറ്റി മതി. മെജോറിറ്റി ഇപ്പോൾ തൽക്കാലം NDAയ്ക്കുണ്ട്. കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി ഇത് പാസ്സാക്കാമെന്നുള്ള വിശ്വാസവും അവർക്കുണ്ട്. അപ്പോൾ 13-ാം തീയതി എല്ലാ NDA അംഗങ്ങളും ഹാജരാകണം എന്നൊരു വിപ്പും നൽകിയിരുന്നു. അപ്പോൾ ഈ 13-ാം തീയതി തന്നെ പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നത്. നമ്മളും വിചാരിച്ചത് അങ്ങനെ. ഇപ്പോൾ ഡീലിമിറ്റേഷൻ പോലെ ഭാരിച്ച ഒരു 3/2 ഭൂരിപക്ഷം അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ മുമ്പിലൊരു വലിയ ചോദ്യചിഹ്നമുണ്ട്. അത് പക്ഷേ ഗവൺമെൻറ്റിന് തോറ്റുപോയാൽ നാണക്കേടുണ്ടാവും. ഇതങ്ങനൊന്നുമില്ല, ഈസി ആയിട്ട് മെജോറിറ്റി കിട്ടും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടി പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ കത്തോലിക്ക സഭയുടെ ആൾക്കാർ വന്നു. അവരോടെല്ലാം വിശദീകരിച്ചു, ബിഷപ്പുമാരോട്. അവരെ കൺവിൻസ് ചെയ്തു. നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ അവരെ മുഴുവൻ പരിവർത്തനം ചെയ്തതാണല്ലോ. ഈ പണം കൊടുത്തു തന്നെ പരിവർത്തനം ചെയ്തു കഴിഞ്ഞ ആൾക്കാരാണ്. അവരുടെ BJPക്കാരാണ് കൂടുതലും. മണിപ്പൂരിലുമൊക്കെ BJPക്ക് ഭൂരിപക്ഷം കൊടുക്കുന്നുണ്ട്. ഗോവയും BJPക്ക്. അപ്പോൾ അവരുടെ ഒരു തിരിച്ച് അവരെ വിശ്വാസത്തിലെടുക്കണം, കൺവിൻസ് ചെയ്യിക്കണം. ആ ചുമതലയൊക്കെയാണ് വാസ്തവത്തിൽ പാർലമെൻറ്റിൽ വന്നുകൊണ്ടിരുന്ന അമിത്ഷാ ചെയ്തുകൊണ്ടിരുന്നത്. പാർലമെൻറ്റിനകത്തെ ഈ രാഹുൽ ഗാന്ധിയുടെയും കൂട്ടരുടെയും ഗോഗ്വ വിളികൾ കേൾക്കാൻ അദ്ദേഹത്തിന് വരാൻ താല്പര്യം. അപ്പോൾ ഇതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അമിത്ഷാ അത് പൂർണ്ണമായിട്ടും പ്രസിഷനോട് കൂടി, ഇസ്രായേലുകാരുടെ പ്രസിഷനോട് കൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അമിത്ഷാ. സംശയമൊന്നുമില്ല, പ്രൂഫായിട്ട്. അപ്പോൾ അതാണ് ഈ വെല്ലുവിളിയൊക്കെ വന്നിട്ടും രാഷ്ട്രത്തിൻ്റെ നന്മയെ കരുതിക്കൊണ്ട് ഈ ബില്ല് പാസ്സാക്കേണ്ട വലിയൊരു ആവശ്യമാണ്. കാരണം കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്ര താൽപ്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഈ പണം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അത് പ്രധാനമായിട്ടും വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഇനിയാണ് ഇതിനിടയ്ക്കുണ്ടായിട്ടുള്ള ഈ അവതരിപ്പിക്കുന്നതിന് ഏതാണ്ട് ഒരാഴ്ച മുമ്പുണ്ടായിട്ടുള്ളൊരു സംഭവം. അത് യാദൃച്ഛികമല്ല. അതെന്താണെന്നറിയാമോ? നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി ഇറാനുമായിട്ട് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് യുദ്ധം നടത്തുന്നതിന് തൊട്ടു മുമ്പ് ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു. അവരുടെ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്തിരുന്നു. ഇന്ത്യയെക്കുറിച്ച് വളരെ ഏറ്റവും പ്രകീർത്തികരമായ രീതിയിൽ അവിടുത്തെ അംഗങ്ങൾ, സ്പീക്കർ, അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പരാമർശങ്ങൾ നടത്തി. ആ സൗഹൃദം, ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ആ പുരാതന കാലം മുതലേ ഉള്ള സൗഹൃദത്തിൻ്റെ വലിയൊരു വിളംബരമായിരുന്നു ആ സൗഹൃദം. അതുകൂടാതെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞു, ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഈ അമേരിക്ക മാത്രമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റിപ്പോയി. എന്നെ സഹായിക്കാൻ
എന്ന് മാത്രമല്ല എന്നോടൊപ്പം നിൽക്കാൻ 140 കോടിയിലധികം ജനങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമുണ്ട്. വലിയൊരു അടിയായിപ്പോയി ട്രംപിനത്. അത് ഇന്ത്യയെ ഉദ്ദേശിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഒരു ബന്ധമുണ്ട്. മോദി വെറുതെ അല്ല ആ സമയം നോക്കിപ്പോയത്. പറഞ്ഞത് ഇറാനുമായിട്ട് യുദ്ധം പാടില്ല, അത് ലോകത്തിന് ഹാനികരമാണ്, ഇസ്രായേലിന് ഹാനികരമാണ്. പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അമേരിക്കയ്ക്ക് ഹാനികരമായി. അമേരിക്കയുടെ ആവനാഴിയിലെ ആയുധങ്ങളെല്ലാം ഇപ്പോൾ ഇല്ലാതായി. പ്രൊഡക്ഷൻ കൂട്ടാൻ പറഞ്ഞിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അവിടുത്തെ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റർ ഹെഗ്സിറ്റ് അദ്ദേഹത്തിനെ ശകാരിക്കുകയും ചെയ്തു ഡൊണാൾഡ് ട്രംപ്. കാരണം ഈ ആയുധങ്ങൾ എങ്ങനെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറ്റമൊന്നുമല്ല, ആയുധങ്ങൾ ഉപയോഗിച്ചപ്പോൾ കുറഞ്ഞതാണത്. കാരണം ഇറാനിൻ്റെ കയ്യിൽ ഇതിൻ്റെ വമ്പിച്ചൊരു ശേഖരമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇറാൻ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ വാ യുദ്ധത്തിന്, നമുക്ക് ചെയ്യാം, ഞങ്ങൾ ഇറാൻ ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചു തന്നെ. അപ്പോൾ അത്രയൊരു ഔദ്ധത്യത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കണമെങ്കിൽ അവർക്ക് ഇപ്പോഴും ആയുധബലമുണ്ട്. അതല്ലാതെ പറയാൻ പറ്റില്ല, മിണ്ടാതിരിക്കുകയുള്ളൂ. ഈ കാര്യങ്ങൾ പറയാനാ പോയത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊരു ശക്തിയല്ല ഇറാൻ. അതുകൊണ്ട് ഈ യുദ്ധം ദിസ് ഈസ് നോട്ട് ടൈം ഫോർ വാർ, ഇത് പറയാനും ഉപദേശിക്കാനും വേണ്ടിയാണ് പോയത്. അത് നടന്നില്ല. യുദ്ധത്തിൽ ഏർപ്പെട്ടു. അമേരിക്ക ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകമാകെ മോദി പറഞ്ഞ പോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെ തൻ്റെ സുഹൃത്തിനോട്, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു ചെയ്തത് ബെഞ്ചമിൻ നെതന്യാഹു. തനിക്കൊരു കടമയുണ്ട്, അത് പറയണം. FCRA ബില്ല് നമുക്കറിയാം, പാസ്സാക്കാൻ തുടങ്ങും മുമ്പ് മാർക്കോ റൂബിയോ ഇന്ത്യയിലേക്ക് വന്നു. നേരെ പോയത് പ്രധാനമന്ത്രിയെ കാണാനല്ല, മിഷണറീസ് ഓഫ് ചാരിറ്റിയെ കാണാൻ കൽക്കട്ടയിലേക്കാണ് പോയത്. അവിടെ ചെന്ന് അദ്ദേഹം പറഞ്ഞു, ദിസ് ഈസ് അവർ മെസ്സേജ് ടു മോദി. കാരണം FCRA വരുന്ന ഒരു സംഘടനയാണത്, FCRA ഉപയോഗിക്കുന്നു. അപ്പോൾ അത് FCRA നിങ്ങൾ FCRA ഭേദഗതി കൊണ്ടുവന്ന് അത് നിങ്ങൾ അതിന് ഒരു ഡിസൈനിങ് അതോറിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഇതിനെ ഇല്ലാതാക്കരുത് എന്നുള്ള സന്ദേശം നേരിട്ട് പറയാൻ പറ്റില്ല, കാരണം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ്, അതാണെന്ന് പറഞ്ഞു. അതുകൂടാതെ അവിടുത്തെ പ്രധാനപ്പെട്ട സെനറ്റർമാർ, അതിലൊരാൾ ഈയിടെ മരിച്ചുപോയി, ലെൻസി ഗ്രഹാം എന്ന് പറയുന്ന സെനറ്റർ, അദ്ദേഹം മരിച്ചുപോയി. ഇതിനെ എതിർത്തു. ഇത് ഇത് ചെയ്യാൻ പാടില്ല, ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെട്ടുള്ള സംസാരമാണ്. ആ മനുഷ്യൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരമ ശുശ്രൂഷയ്ക്ക് വേണ്ടി എത്തിയ ആളാണ് ബെഞ്ചമിൻ നെതന്യാഹു. അപ്പോൾ ബെഞ്ചമിൻ ഇപ്പോൾ ലോകത്തിൽ ഏതൊരു സംഭവം നടക്കാൻ പോകുന്നെങ്കിലും ആദ്യം അറിയുന്ന വ്യക്തി ആരാ? എനിക്കറിയാമോ? ഏറ്റവും അറിയുന്ന ചാരസംഘടനയുടെ ഒരു വെയിറ്റേജ് അനുസരിച്ച് മൊസാദിന് അറിയാൻ പറ്റും. മൊസാദിൻ്റെ നേതാവായിരുന്ന ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവാണ് ആദ്യം അറിയുന്നത്, അറിയിക്കുന്നു അദ്ദേഹമാണ്. അത്ര സ്ട്രോങ് ആണ് അവരുടെ ഇൻ്റലിജൻസ്. നമുക്കറിയാം, ഈയിടെ 2 മൊസാദ് തലവന്മാരെ അദ്ദേഹം ഫയർ ചെയ്തു, സാക്കി ചെയ്തു, പുറത്താക്കി. കാര്യം എന്താ? ഇറാനിൽ അവർ ശാസ്ത്രജ്ഞന്മാരെയും അവിടുത്തെ ഭരണാധികാരിയെയും കൊന്നതിനോടൊപ്പം, ഭരണാധികാരികളെയും അവരുടെ കുടുംബത്തെയും കുട്ടികളെയും കൊന്നതിനോടൊപ്പം എന്തുകൊണ്ട് മുസ്താബ ഖമനേയിയെ കൊല്ലാൻ കഴിഞ്ഞില്ല? പ്രിസൈസായിട്ടുള്ളൊരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ പ്രൂഫായിട്ടൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് നെതന്യാഹുവും ഇസ്രായേലും ഏതിനും പോകും. അവിടെ പരാജയപ്പെട്ടതിൻ്റെ പേരിലാണ് 2 പേരെ പുറത്താക്കിയത്. ഇത്ര പ്രിസിഷനാണ്, കൃഷിയിലും പ്രിസിഷനാണ്, അതിനേക്കാൾ പ്രിസിഷനാണ് അവരുടെ മിലിറ്ററി സ്ട്രാറ്റജിയിൽ. അത് പരാജയപ്പെട്ടതിനാണ് 2 പേരെ പുറത്താക്കിയത്. അപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന ഈ കളികൾ മുഴുവൻ മുന്നേ കൂട്ടി കാണുന്ന ആരാണ്? നെതന്യാഹു. ഈ ബില്ല് ഇവിടെ പാസ്സാക്കിയിരുന്നു എങ്കിൽ അമേരിക്കയിലെ ഏറ്റവും വലിയ, പ്രസിഡൻറ്റിനേക്കാൾ സ്വാധീന ശക്തിയുള്ള ഒരു ലോബിയുണ്ട്. ആ ലോബിയുടെ പേരാണ് ഇവാഞ്ചലിസ്റ്റ് ലോബി. അവർക്ക് മിലിറ്ററിയുമായിട്ട് ബന്ധമുണ്ട്, പൊളിറ്റിക്കോസുമായിട്ടും ബന്ധമുണ്ട്. മിലിറ്ററി, പോളിക്കോസ്, ഇവാഞ്ചലിസ്റ്റ് നെക്സസ് ആണ്. ട്രംപ് എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ഇവരുടെ അനുവാദം വാങ്ങിച്ചിട്ടേ പോകും. ഇറാൻ യുദ്ധത്തിന് വരുന്നതിന് മുമ്പ് ട്രംപ് ഈ ഇവാഞ്ചലിക്കൽ സൊസൈറ്റിയുടെ പാസ്റ്റർമാരുടെ അനുഗ്രഹം വാങ്ങിച്ചിരുന്നു. യുദ്ധം തോറ്റുപോയെങ്കിലും അവർ വന്നാണ് ഇദ്ദേഹത്തെ ആശീർവദിക്കുകയൊക്കെ ചെയ്യുന്നത്. സചിത്രമായിട്ട് ഇപ്പോഴും പബ്ലിക് സ്പേസിലുണ്ടത്, സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഉണ്ടത്. അത്തരത്തിലുള്ളൊരു ബന്ധം ഇപ്പോഴത്തെ പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഇവാഞ്ചലിസ്റ്റ് ലോബിയുമായിട്ടുണ്ട്. ഒരു പക്ഷേ ഈ FCRA ബില്ല് പാസ്സാക്കി ആക്റ്റാക്കിയിരുന്നെങ്കിൽ
നമ്മൾ കണ്ട കോക്രോച്ച് റബല്യനേക്കാൾ വലിയൊരു റബല്യൻ കലാപം ഇന്ത്യയിലുണ്ടാകുമായിരുന്നു. അവരിങ്ങോട്ടൊന്നും വരണ്ട. വാലൻസ് ലോബി അവിടെ ഇരുന്നു കൊണ്ട് തന്നെ പണം കൊടുത്തുകൊണ്ട് അട്ടിമറിക്കാനുള്ള എല്ലാവിധ സാധ്യത. ഇപ്പോഴും കുറേയൊക്കെ പണം വരുന്നുണ്ട്. FCRAയിൽ അതിനുള്ള പണം വരുന്നുണ്ട്. നമ്മുടെ പത്രക്കാരറിയാം, ദ ഹിന്ദു പത്രം പണം വാങ്ങുന്നുണ്ട്, FCRA വഴിയുള്ള പണം വാങ്ങുന്നുണ്ട്. ഏറ്റവും വലിയ പത്രം, സത്യസന്ധമായ പത്രം എന്നൊക്കെ വിചാരിക്കുന്ന അതുപോലെ പല മാധ്യമപ്രവർത്തകരും വാങ്ങിക്കുന്നുണ്ട് പണം. ഈ കാര്യങ്ങളൊക്കെ ഈയിടെ പുറത്ത് അമിത്ഷായ്ക്ക് ഇതെല്ലാം അറിയാം. അമിത്ഷായിൽ നിന്ന് ഇത് ചോർത്തിയെടുത്ത് ചില മാധ്യമങ്ങളും ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്ര രൂക്ഷമായൊരു സ്ഥിതിയിലുള്ള ഈ ഇന്ത്യ രാജ്യത്ത് ഈ ബില്ലിപ്പോൾ പാസ്സാക്കി ടേക്ക് കോഷൻ എന്നാണ് പറയുന്നത്. ഇത് പാസ്സാക്കരുതെന്നല്ല അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിക്കുന്ന പോലെ ഒരു സ്ഥിതിയിലേക്ക്, കാലുഷ്യങ്ങളിലേക്ക് ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ഇരിക്കുക. 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന ഇന്ത്യ വളർന്നു വരുന്നത് അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ പാകിസ്ഥാനോ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ആ ഒരു അവസരത്തിൽ പരമാവധി ഇന്ത്യയിലെ ഈ ഭരണകൂടം ഉണ്ടെങ്കിൽ മാത്രമേ ഇക്കണോമിക് ഗ്രോത്ത്, ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കണോമിക് ഗ്രോത്തിലൂടെ ഇന്ത്യക്ക് കടന്നു പോകാനാവൂ എന്നതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ മാറ്റുക എന്നുള്ളതാണ് അമേരിക്കയിലെ ഇന്ത്യ വിരുദ്ധ ലോബിയും ഹിന്ദു വിരുദ്ധ ലോബിയും എല്ലാം സ്വീകരിച്ചിരിക്കുന്ന നയം. ആ ലോബിയുടെ ഭാഗം തന്നെയാണ് ഈ ഇവാഞ്ചലിസ്റ്റ് ലോബി. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ സുഹൃത്തെ ഞാൻ പറഞ്ഞു തരുന്നു. ഇന്ത്യ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ്. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും ജൂതന്മാരെ പീഡിപ്പിച്ചപ്പോൾ, നരകയാതനകൾക്ക് വിധേയമരാക്കിയപ്പോൾ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച രാജ്യമാണ് ഇന്ത്യ. ആ കടപ്പാട് നിർവഹിക്കുക. അതുകൊണ്ട് പ്ലീസ് വെയിറ്റ് ബിഫോർ പാസിംഗ് ദ ബിൽ. അതുകൊണ്ടാണ് ഇതിപ്പോൾ തൽക്കാലം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനർത്ഥം ഇത് എന്നേക്കുമായി നിരാകരിച്ചു എന്നല്ല. ഫ്രിഡ്ജിൽ നിന്നെടുക്കും, അത് തണുപ്പ് മാറ്റി കഴിയുമ്പോൾ ചൂടാക്കും, വീണ്ടും വരികയും ചെയ്യും. എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് താൽക്കാലികമായിട്ട് വീണ്ടും ഒരു കോക്രോച്ച് അപ്രോച്ച് ഉണ്ടാവാതിരിക്കാനും അതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധി അത് മുതലെടുക്കാതിരിക്കാനും വേണ്ടി നടത്തിയ പൊളിറ്റിക്കലി മിസ്ലഡായിട്ടുള്ളൊരു കലാപത്തിന് ഇന്ത്യ വിധേയമാക്കാതിരിക്കാനും സ്വാതന്ത്ര്യദിനത്തെ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ഉള്ളത്. അപ്പോൾ അങ്ങനൊരു കാര്യത്തിലേക്ക് പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരിക്കുന്നത്. ഈ വിൻ്റർ സെഷനിൽ തന്നെ അത് പാസ്സാക്കിയിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ വിൻ്റർ സെഷനിൽ തന്നെ 3/2 ഭൂരിപക്ഷത്തോടു കൂടി ഡീലിമിറ്റേഷൻ ബില്ലും പാസ്സാക്കും. വനിതാ സംവരണം അതോടുകൂടി ഉറപ്പാക്കുകയും ചെയ്യും. ഈ ഡിസിഷനാണ് അവിടെ അമിത്ഷാ എടുത്തിട്ടുള്ളത്, നരേന്ദ്രമോദി എടുത്തിട്ടുള്ളത്. ഈ താൽക്കാലികമായിട്ട് തിരിച്ചടിയെന്ന് പറയാൻ പറ്റില്ല. ഇത് JPCക്ക് പോലും വിടരുത്, പിൻവലിക്കണമെന്നാണ് VC വേണുഗോപാൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പരാജയപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ്സാണ്. JPCക്ക് വിട്ട് പാസ്സാക്കി കയ്യും അടിച്ചാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത്. അത് മോദിയുടെ ഒരു ചുവടും പിന്നോട്ടുള്ള ഒരു കാൽവയ്പ്പാണ്, 2 ചുവട് മുന്നോട്ട് വരാൻ വേണ്ടി. തീർച്ചയായിട്ടും വളരെ വലിയ പ്രാധാന്യമുള്ള 2 ബില്ലുകളാണ് ഇപ്പോൾ തൽക്കാലം മൺസൂൺ സെഷനിൽ നിന്ന് മാറ്റി വിൻ്റർ സെഷനിലേക്ക് വച്ചിരിക്കുന്നത്. വളരെയധികം പ്രാധാന്യമേറിയതാണ്. ഒന്ന്, ഭാരതത്തിൻ്റെ ജനാധിപത്യത്തെ ഒന്നുകൂടി സമ്പുഷ്ടമാക്കേണ്ട ഡീലിമിറ്റേഷനും വുമൻസ് റിസർവേഷൻ ബില്ലും. മറ്റൊന്ന് FCRA അമെൻമെൻറ്റ് ബിൽ. ഇത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഈ 2 ബില്ലുകളും ഏറ്റവും അനിവാര്യം തന്നെയാണ്. അത് പാസ്സാക്കുക തന്നെ ചെയ്യും. ഇന്ത്യ ഒരു ശക്തിയുടെയും മുന്നിൽ കണ്ട ഭീതിപ്പെട്ട പിന്നോട്ട് പോവുകയല്ല ചെയ്യുന്നത്. ഒന്ന് പിന്നോട്ടാഞ്ഞതിന് ശേഷം മുന്നോട്ട് കുതിക്കാനാണ് നീക്കം. നമസ്തേ.